ഹായ്. അപ്പോൾ ഇന്ന് വീടുകളിൽ പൊതുവേ ഇങ്ങനെ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പല ആളുകൾക്കും തോന്നും അവരുടെ വീട്ടിൽ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റുന്നില്ല, ഐശ്വര്യങ്ങൾ വരുന്നില്ല, ഭയങ്കരമായ വിപരീത ഫലമാണ് അവരുടെ വീട്ടിലുണ്ടാകുന്നൊരു തോന്നൽ പലർക്കും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് പറയുന്നതിന് മുമ്പ് ആദ്യം ബേസിക്കലി കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നല്ല സ്റ്റെബിലിറ്റി ഉള്ളൊരു മനസ്സുള്ള, അതായത് സാത്വികമായ ഒരു മനസ്സുള്ളൊരു വ്യക്തിക്ക് ഏത് ചവറ്റുകൂനയുടെ നടുക്കിരുന്നാലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. ആ ആൾക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അത് അയാളുടെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. കാരണം അയാളുടെ ഉള്ളിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഇല്ല. ഏതവസ്ഥയുടെ കൂടെയും മെർജായി ഇങ്ങനെ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ അയാൾക്ക് സാധിക്കും. ഇനി അങ്ങനെ അല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഉള്ളിലേക്ക് നോക്കാനും ഉള്ളിൽ സ്വസ്ഥമായിരിക്കാനും പലർക്കും സാധിക്കാറില്ല. പലരുടെയും മൈൻഡ് ഔട്ട്സൈഡിലേക്ക് പ്രൊജക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡിലുള്ള കാര്യങ്ങളൊക്കെ അവരെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അത്തരം അവസ്ഥ എങ്ങനെ മാറ്റാമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ബേസിക്കലി നമ്മളെ വീട്ടിൽ നമ്മളൊരു അത്യാവശ്യം വൃത്തി സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വൃത്തി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഡെക്കറേഷൻസ് അത് ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്ത് സാധനവും അധികമായി കഴിഞ്ഞാൽ ദോഷം തന്നെയാണ്. ബേസിക്കലി ഞാൻ പറയാം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വീടിനകം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വീട്ടിലുണ്ടാവാനേ പാടില്ല. നമുക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ കൗതുകം കൊണ്ടോ ഒരു ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയ ഭംഗി കൂട്ടാമെന്ന് കരുതി വാങ്ങിച്ച് കൂട്ടേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനവും നിങ്ങൾ മേടിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനവും നിങ്ങൾ സൂക്ഷിക്കുകയും അരുത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമലിസ്റ്റിക് ആയിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നമ്മളൊരു ഹോളിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ ഒരു സ്പേഷ്യസ്നെസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിന് തന്നെ ഒരു സ്പേഷ്യസ്നെസ് കൊടുക്കും. ഒരു വാസ്റ്റായിട്ട് വളരെ ശൂന്യമായ ഒരു മനസ്സ് നമുക്ക് കിട്ടും. അവിടെ നിന്നാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഇങ്ങനെ ഭയങ്കര കൺസേൺ ആണ്. അതായത് വീടിൻ്റെ കന്നിമൂലയിൽ ഇത് കക്കൂസ് ഉണ്ടാക്കണോ അതോ കിണറുണ്ടാക്കണോ അതിന് ഒന്നും ചെയ്യാതിടണോ അതോ അവിടെ ആൾത്തറ ഉണ്ടാക്കണോ എന്നൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആണ്. നോക്കൂ, കന്നിമൂലയിൽ എന്തിരുന്നാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. അതേസമയം ബേസിക് ആയിട്ടൊരു വാസ്തുവുണ്ട്. ഈ ബേസിക് ആയിട്ടുള്ള വാസ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രഹങ്ങളെ നോക്കി തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ കൃത്യമായ വായു സഞ്ചാരം, കൃത്യമായി കാറ്റുള്ളിലേക്ക് വരുന്നുണ്ടോ, പുറത്തേക്ക് പോകുന്നുണ്ടോ, ഒരു ബേസിക് വീടിനകത്ത് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബേസിക് വാസ്തുകളുണ്ട്. അത് പ്രോപ്പർ എഞ്ചിനീയറിംഗ് കാര്യങ്ങളാണ്. പണ്ടത്തെ കാലത്ത് വാസ്തു എന്ന് പറയും, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണ്. അത്തരം കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് നിങ്ങൾ ഈ വാസ്തുപരമായി കൺസേൺഡ് ആവേണ്ടത്. അല്ലാതെ ഇത് വീടിൻ്റെ കന്നിമൂലയിൽ ചേമ്പ് നിൽപ്പുണ്ടോ, അതോ ഇനി മറ്റേ മൂലയിൽ പട്ടിക്കൂടുണ്ടോ, അങ്ങനെയൊന്നും കൺസേൺഡ് ആവേണ്ട ഒരു കാര്യവുമില്ല. നമുക്കിതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ട്രിവാൻഡ്രത്ത് ഫേമസ് ആയ ഒരു ഭയങ്കര ഹോണ്ടഡ് ഹൗസ് എന്ന് പറയുന്നത്, അതായത് പ്രേതശല്യമുണ്ട് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശല്യമുണ്ട്, ഒരു നശിച്ച വീട് എന്ന് പറയുന്നൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിച്ച മെജോറിറ്റി ആളുകൾക്കും, ഈ കഥയൊക്കെ അറിഞ്ഞു വന്ന മെജോറിറ്റി ആളുകൾക്കും വളരെ വിപരീത അനുഭവമാണ് ഉണ്ടായത്. എന്നാൽ അതേ വീട്ടിൽ തന്നെ താമസിച്ച ചില ആളുകൾക്ക് ഭയങ്കര നല്ല അനുഭവം ഉണ്ടായി. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സ്റ്റഡി ചെയ്ത ആൾക്കാർ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് തോന്നി ഇവിടെ എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അതെന്നെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നി. അതാണ് പോയിന്റ്. അതായത് എന്ത് എനർജിയാണോ അവിടെ ഉള്ളതെന്നുള്ളതിനെ പറ്റി നമ്മൾ കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. കാരണം നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇറ്റ് ഈസ് ജസ്റ്റ് എനർജി. ശരിക്കും എനർജി തന്നെയാണ്. അതിനെ നെഗറ്റീവ് ആക്കുന്നതും പോസിറ്റീവ് ആക്കുന്നതും നമ്മുടെ മനസ്സും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഒബ്സർവറുമാണ്. അപ്പം നമ്മൾക്കത് നല്ലതാണെന്ന് വിചാരിച്ചാൽ അത് നല്ലതായിട്ടേ വരുള്ളൂ. കാരണം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഈ വീട്ടിലെല്ലാം നെഗറ്റീവ് ആണ് എന്ന് വിചാരിച്ച് അങ്ങനെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. തിരിച്ചും അതുപോലെ തന്നെ ഈ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ട്, അതെന്നെ രക്ഷിച്ചോളും, എനിക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് തന്നെ ഈ കന്നിമൂല ഉൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ വിശ്വാസം നമ്മളെ വല്ലാതെ ബാധിക്കും. നമുക്കിത് അയ്യോ ഇവിടെ ഇതിരിക്കുന്നതുകൊണ്ട് എന്തോ സംഭവിക്കാൻ പോവുകയാണേ എന്ന് പേടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മളെ വല്ലാതെ കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയസ്സാകും, നമുക്ക് അസുഖം വരും, നമ്മൾ മരിക്കും. ഇതിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനായാലും ശരി, ഈ വീഡിയോ കാണുന്ന നിങ്ങളായാലും ശരി, ഇത്തരം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. അങ്ങനൊരു ആൾക്കൊരു കാര്യം സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ മനുഷ്യനായിരിക്കില്ല. മനുഷ്യനെന്നല്ല ഒരു ജീവിക്കും. പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത പേടികൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ ഇതിനെ അതുമായിട്ട് കണക്ട് ചെയ്യും. അതായത് ഒരു മോശം സംഭവം ഉണ്ടായി,
കന്നിമൂലയിൽ നിന്ന ചേമ്പ് കാരണമാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ തെക്കേ മൂലയിൽ മുരിങ്ങയ്ക്ക നിന്നുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു പേടി നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുകയും ഒരിക്കലും ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എല്ലാ മോശം കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യും. ബന്ധപ്പെടുത്തുമെന്ന് മാത്രമല്ല, എന്ത് നല്ല കാര്യം സംഭവിച്ചാലും നമ്മളത് ശ്രദ്ധിക്കുകയുമില്ല. നമ്മളെപ്പോഴും ഈ മോശം കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ആവശ്യമില്ലാത്ത പേടി ഒഴിവാക്കുക. ഇതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും പറയും, ഞാൻ പോസിറ്റീവായിട്ടിരുന്നു എന്നിട്ടും ഒന്നും വർക്കായില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ പേടിയുള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു ജ്യോത്സ്യൻ വന്നിട്ട് പറഞ്ഞു, ആ തെക്കേ മൂലയിൽ കൊണ്ടൊരു മുരിങ്ങയ്ക്ക ചെടി വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന്. അത് വെച്ചതോടെ എല്ലാ പ്രശ്നവും തീർന്നുവെന്ന്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? മനസ്സിലായി? കാരണം അയാൾ ആ ചെടി അവിടെ വയ്ക്കാൻ പറഞ്ഞത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് നമുക്കൊരു വിശ്വാസം വന്നപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതാണ്. അത് വയ്ക്കാൻ പറഞ്ഞ ആൾക്കും അറിയാമായിരിക്കാം. സോ ബേസിക്കലി ഇത്തരം കാര്യങ്ങളെ പറ്റി കൺസേൺഡ് ആവേണ്ടതില്ല. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ളൊരു എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാസ്തുവൊക്കെ നമ്മൾ നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊക്കെ നല്ലതാണ്. പിന്നെ നല്ല ഭംഗിയുള്ള ചെടികൾ വീടിന് ചുറ്റും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഈ പണ്ടത്തെ ആൾക്കാർ പറയുമോ, വീടിന് മേലെ ഒരു മാവ് വളർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വെട്ടിക്കളയണം, അല്ലെങ്കിൽ വീട് ദോഷമാണെന്ന് പറയും. അതിൻ്റെ ഒരു പ്രധാന കാരണം പണ്ടത്തെ വീടുകൾ ഓടോ ഓലയോ ആയിരുന്നു. സോ ഒരു മാവിൻ്റെ കൊമ്പടിഞ്ഞ് വീണാൽ വീട് തകർന്നു പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം പറച്ചിലുകളൊക്കെ പണ്ടുള്ള കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഇന്ന് അതുപോലെ ഒരു മരക്കൊമ്പ് ഒടിഞ്ഞ് വീണാൽ പൊളിഞ്ഞു പോകുന്ന വീടുകളല്ല ഉള്ളതെന്ന് വേണം മനസ്സിലാക്കുക. അങ്ങനെ ഉള്ളവരുണ്ടാവും. മെജോറിറ്റി വീടുകളും ഈ വളരെ ഹൈ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ബിൽഡിങ്സാണ്. സോ അതിനെപ്പറ്റിയും കൺസേൺ ആവേണ്ട കാര്യമില്ല. പിന്നെ ചെടികളൊക്കെ നടുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത ചെടികൾ നടുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ഒരു ആൽമരം കൊണ്ട് ആരും വീടിൻ്റെ കോമ്പൗണ്ടിൽ നടാറില്ല. നട്ട് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് വവ്വാലിൻ്റെ ശല്യമായിരിക്കും. ഇനി വവ്വാലിൻ്റെ നിപ്പയൊക്കെ വന്ന് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ചെടികൾ നടുക. വീടിനകത്തും ചെടികൾ വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇൻഡോർ പ്ലാന്റ്സ് തന്നെ വീടിനകത്ത് വയ്ക്കണം. അല്ലാതെ ഏതെങ്കിലും പ്ലാന്റ് തൊട്ട് വയ്ക്കരുത്. അതുപോലെ ഇത്രയും ക്ലിയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചില ആളുകൾക്ക് ആർട്ടിനോടൊരു ഭയങ്കര ക്രേസ് ഉണ്ട്. ആർട്ടിനോട് ക്രേസ് ഉണ്ടാണെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ വീടിനകത്ത് ഈ വോളിലൊക്കെ ഭയങ്കരമായി നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ചില ചിത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും. അത് ഭയങ്കര വയലൻ്റ് ആയിരിക്കുന്ന തെയ്യക്കോലത്തിൻ്റെ ഫോട്ടോയും ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവയ്ക്കും. ഇത്തരം ഫോട്ടോസിന് ബേസിക്കലി എന്തെങ്കിലും ശക്തി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഫോട്ടോയിലെ പിക്ചേഴ്സ് നമ്മളെ സബ് കോൺഷ്യസിൽ നമ്മൾ സ്ഥിരമായി അത് കാണുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളെ സബ് കോൺഷ്യസ്ലി നമ്മുടെ മൈൻഡിനെ ആക്ടിവേഷനിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം പിക്ചേഴ്സിന് സാധിക്കും. കാരണം നമ്മൾ പണ്ട് മുതലേ ഒരു ബേസിക് റിഫ്ലക്സ് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ഭയങ്കര ഒരാൾ ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ അതെന്തോ ഒരു മോശം കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്കെന്തോ മോശം സംഭവിക്കാൻ പോകുന്നു എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് നമ്മളെ ആക്ടിവേഷൻ ഓണാക്കും. നമ്മൾ സബ് കോൺഷ്യസിൽ എപ്പോഴും അലർട്ട് ആൻഡ് അവെയർ ആയിട്ട് നിൽക്കും. അത് കാരണം നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോൺ വരെ കൂടി നിൽക്കാം, സ്ട്രെസ് ഉള്ളതുകൊണ്ട്. നമ്മൾ ചിലപ്പോൾ അറിയണമെന്നുമില്ല. സോ ഇത്തരം നമ്മുടെ മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് വീടിന് ചുറ്റൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിനുണ്ടാകും, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാകും. അത് ഈ സൂപ്പർ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല, ഇതൊരു ബേസിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. വീടിനകത്ത് അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ വേറെ റൂം ഫ്രഷ്നൊക്കെ ഉപയോഗിച്ചാൽ മതി, ചന്ദനത്തിരി തന്നെ വേണമെന്നില്ല. അതൊക്കെ നമുക്കൊരാശ്വാസം തരും. ഇത് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ വീടിന് അകത്തിരുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പോലൊരു ഫാക്റ്റാണ്. കാരണം നമ്മൾ 24 മണിക്കൂർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന, അതായത് 24 ഹവേഴ്സ് ന്യൂസ് കാണുക, അത് തന്നെ ഒരു ഭയങ്കര നെഗറ്റീവ് കാര്യമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലൈഫ് നേരെ അപ്സൈഡ് ഡൗണേ പോവുള്ളൂ. എന്ന് വെച്ചാൽ ന്യൂസ് കാണേണ്ട, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയേണ്ടതല്ല. അരമണിക്കൂർ കൂടുതൽ ന്യൂസ് കാണാതിരിക്കുക. രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം കാണുക. അപ്പോഴത്തേക്ക് ഒരുവിധം അന്നത്തെ ദിവസത്തെ മൊത്തം കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തൊരു വാർത്തയിൽ കിട്ടും. പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ന്യൂസ്, റീൽസ് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൽ പലതും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കില്ല. നമ്മളെ റേജ് ബൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും. നമ്മളിങ്ങനെ ഇരുന്ന് അതിനകത്തിരുന്ന് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാതെ എൻ്റെ കമ്പിട്ട് നല്ല തെളിഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ ഒരു കമ്പിട്ട് ഇങ്ങനെ കലക്കി 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 എടുക്കുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ വീടിൻ്റെ ഒരു കോർണറിൽ ഒരു ചെറിയ സ്പേസ് മാറ്റി വയ്ക്കുക, വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യണമെന്നില്ല, വെറുതെ ഇരുന്നാൽ മതി. ഒരു 5 മിനിറ്റ് വെറുതെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസ് വീട്ടിലുണ്ടാക്കുക. അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. അതിനൊരു വലിയ റൂമോ വലിയൊരു പൂജാമുറിയൊക്കെ പ്രത്യേകം ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ഒരു ചെറിയൊരു മൂല ഉണ്ടായാൽ മതി, എവിടെ വേണോ ഇരിക്കാം. ആ ഒരു സ്പേസ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ വീടിനകത്ത് കിടക്കുന്ന സ്വസ്ഥമായ ഉറക്കമാണ് എപ്പോഴും നല്ലൊരു ജീവിതവും നല്ലൊരു ഉണർവോട് കൂടിയ അടുത്ത ദിവസവും നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് പൊതുവേ ഞാൻ പറയും, ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ വീടിനകത്ത് ഉപയോഗിക്കരുത്. എസ്പെഷ്യലി വാം ലൈറ്റ് ഉപയോഗിക്കുക. അതായത് ഒരു മഞ്ഞ വെട്ടം വരുന്ന വാം ലൈറ്റ് ഇല്ലേ, പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇൻകാൻസെൻ്റൽ ബൾബിൻ്റെ ഒരു വെട്ടം ഉണ്ടല്ലോ, അതുപോലത്തെ ട്യൂബൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഇത് വില കൂടുതലായിരിക്കും നോർമൽ ട്യൂബിനേക്കാളും. പക്ഷേ വാം ലൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഒന്നാമത്തെ കാര്യം, ഈ ബ്രൈറ്റ് ആയിട്ടുള്ള മറ്റേ ഈ വെള്ള കളർ വെളിച്ചം, ഒരു ബ്ലൂ ഇൻറ്റൻസിറ്റി വരുന്ന
ഈ വൈറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂബുകളും LED ലാംപ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ രാത്രി പ്രത്യേകിച്ച് നമ്മളൊരു 8 മണി 9 മണി വരെയൊക്കെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനകത്ത് ചില ഹോർമോൺസിനെ അത് സപ്രസ് ചെയ്യുകയും അത് കാരണം നമുക്ക് ഉറക്കം വരില്ല. വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ വാം ലൈറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് നമ്മളെ കണ്ണിൽ കയറാത്തത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു സമയത്ത് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. അത് വാം ലൈറ്റ് വീടിന് ചുറ്റും വാം ലൈറ്റ് വെച്ചിട്ട് രാത്രി ഫുള്ള് ഫോണിൽ ആ ഒരു ബ്രൈറ്റ് ലൈറ്റ് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി നോർമലി വാം ലൈറ്റ് വയ്ക്കുക. ഒരു 8 മണിക്ക് ശേഷം ഈ വിഷ്വൽ മീഡിയ എല്ലാം ഒഴിവാക്കുക. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. വായിക്കാൻ പറ്റിയ സമയമാണത്. പെട്ടെന്ന് ഉറങ്ങിപ്പോകും നമ്മൾ. പഠിക്കാൻ പറ്റിയ അതിനേക്കാളും നല്ലത് 5 മിനിറ്റിനകത്ത് ഉറങ്ങിപ്പോകാമല്ലോ. അപ്പോൾ അത് ചെയ്ത് ആ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം എൻറ്റയർലി മാറും. ഇതിനൊക്കെ പുറമെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളെ വീടിനകത്ത് നമ്മൾ ഇതുപോലെ അല്ല, ഇനി ദൈവത്തിനെ കൊണ്ട് വീടിനകത്തിരുത്തിയാലും വീടിനകത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ വീടിനകത്തിരിക്കുന്ന ആളുകളുടെ മനസ്സിനൊരു സ്റ്റെബിലിറ്റിയും സ്വസ്ഥതയും ഉണ്ടാവണം. ഒന്നാമത് വീടിനകത്ത് താമസിക്കുന്ന ആൾക്കാർ തമ്മിലൊരു സ്വരച്ചേർച്ച ഉണ്ടാവണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സമാധാനമായിട്ട് പറഞ്ഞു തീർത്ത് സ്വസ്ഥമായിട്ട് ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. എസ്പെഷ്യലി പരസ്പരം ഷൗട്ട് ചെയ്യാൻ പാടില്ല. അതൊരു ഭയങ്കര നെഗറ്റീവ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പരസ്പരം ആർഗ്യൂ ചെയ്യാൻ പാടില്ല, ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ആർഗ്യുമെൻറ്റ്സ് വന്നാലും ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാലും പരസ്പരം പറഞ്ഞ് സംസാരിച്ച് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് പോയി സംസാരിച്ച് തീർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇല്ലെങ്കിൽ ഈ ആ ഒരു വൈബ് അതിനകത്ത് തന്നെ നിലനിൽക്കുന്നത് നമ്മൾ പിന്നെയും പിന്നെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സ്ഥലത്ത് വെച്ച് നടന്ന ഒരു ഭയങ്കര തീവ്രമായ സംഭവം ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളെ വീണ്ടും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ആക്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ദിവസം ഒരു അരമണിക്കൂർ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സംസാരിക്കാനും കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കണം. ഫോണൊക്കെ മാറ്റി വെച്ച് TV ഒക്കെ മാറ്റി വെച്ച് വെറുതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് അടുത്ത വീട്ടിലെ രായപ്പൻ ചേട്ടൻ്റെ അടുക്കളയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാവാൻ പാടില്ല. കാരണം ഈ ഗോസിപ്പ് അഥവാ ഈ മറ്റുള്ളവരെ പറ്റി കുറ്റവും പരാതിയും പറയുന്നത് നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെൻസേഷൻ തരും നമ്മുടെ ശരീരത്തിൽ. ആ ഒരു സെൻസേഷൻ കാരണമാണ് നമുക്കൊരു സുഖമൊക്കെ തോന്നുന്നത് പറയുന്ന സമയത്ത്. പക്ഷേ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ആരെപ്പറ്റി കുറ്റം പറഞ്ഞാലും ഗോസിപ്പ് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വിപരീത ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. നോ ഗുഡ് ഈസ് ഗോയിങ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അതും മറക്കാതിരിക്കുക. സോ ഒരുവിധ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ഒരു വീടിനെ ഒരു ക്ഷേത്രം പോലെ ട്രീറ്റ് ചെയ്യാന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ മീൻകറി വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ല. വീട് ഒരു ഹോം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ് ഒരു വീട് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതാണ് ശരിയായ വീട്. പക്ഷെ പലർക്കും അത് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് പുറമേ ഉള്ള കാര്യങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പുറമേ ഉള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഈ എക്സ്റ്റേണലി കാണുന്ന ഈ വീട് ഒരു സ്വസ്ഥമായ സ്ഥലമായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്വസ്ഥത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ ഒരു അനുഭവം നമുക്ക് എന്ത് കിട്ടി തുടങ്ങുന്നു, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എവിടെ ഇരുന്നാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിൽ നമ്മൾ സ്വസ്ഥമായ ആരെയും പേടിക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന സുഖവും നമുക്ക് കിട്ടും. ആരെയും പേടിക്കാത്ത കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നത്. അതായത് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ അനാവശ്യമായി പേടിപ്പിക്കരുത്. അതായത് വഴക്ക് പറഞ്ഞോ ടോർച്ചർ ചെയ്തോ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് അല്ല കുട്ടികൾ. ഒരു കുട്ടി ഒരു മുറിക്കകത്തിരുന്ന് ആരും കാണാതെ അവൻ്റെ വിഷമം ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ ആ കരച്ചിലിൻ്റെ വില എന്നും ആ മുറിയിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പിന്നീട് നമുക്ക് തെറ്റ് മനസ്സിലായപ്പോൾ പോലും ആ കുട്ടിയുടെ ഉള്ളിലുണ്ടായ ആ ട്രോമ ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ആ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. സോ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാൻ നോക്കുക. എന്ന് വെച്ച് കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമെന്നല്ല. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്ഷമ നമ്മൾ കണ്ടെത്തണം. അത് ഈസി അല്ലെന്ന് എനിക്കറിയാം. പലർക്കും സമയം ഉണ്ടാവില്ലെന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ സമയമുണ്ടാക്കി അത് കണ്ടെത്തി ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അത് നിങ്ങൾക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം. ദെർ ഈസ് നോ അതർ വേ അറൗണ്ട് ഇറ്റ്. അതിനൊരു ഈസി വേ ഉണ്ടെന്ന് പലരും പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ അതിനൊരു ഈസി വേ ഇല്ല. നിങ്ങളിനി എത്ര ജന്മം എടുത്താലും അതിന് ഈസി വേ ഇല്ല. അത് അക്സെപ്റ്റ് ചെയ്യുക ആദ്യം. അതുപോലെ തന്നെ സ്വസ്ഥമായൊരു വീട്ടിൽ എപ്പോഴും സ്നേഹം ഉണ്ടാവും. അവിടെ ഐശ്വര്യവും സമ്പത്തും വരുമെന്നാണ് പൊതുവെ പറയുന്നത്. ഞാൻ ഈ സമ്പത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനവും സ്വസ്ഥമായ ഒരു ജീവിതവുമാണ്. അല്ലാതെ നിങ്ങളുടെ അലമാരയിലോ ലോക്കറിൽ നിറച്ച് സ്വർണവും അലമാരയിൽ നിറച്ച് നോട്ട് കെട്ടുകളുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും വരാം, സ്വാഭാവികമായി സംഭവിക്കാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് സ്വസ്ഥവും സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതമാണ്. ഞാൻ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു സമ്പത്ത് കിട്ടിയിരിക്കും. ഒരു സംശയം വേണ്ട.
ആ ഒരു സമ്പത്ത് കിട്ടണമെങ്കിൽ ആദ്യം ഐശ്വര്യം ഉണ്ടാവണം. ആദ്യം ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ സമാധാനമുള്ളൊരു മനസ്സുണ്ടാവണം. സമാധാനമുള്ളൊരു മനസ്സ് നിങ്ങൾക്കിപ്പം ഇല്ലെങ്കിൽ അതുണ്ടാക്കാനായി നിങ്ങളുടെ ചുറ്റുപാടുകൾ കുറച്ചുകൂടി ബെറ്റർ ആക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട് കുറച്ചുകൂടി ബെറ്റർ ആക്കുക. ഓക്കെ. താങ്ക് യു.